മൈ ടോപ്പ് ബാലൻഡോർ 11. സോ ക്ലുവേർട്ടാണ് നമ്മുടെ കോച്ച്, PSG ആണ് നമ്മുടെ ടീം. ഇതാണ് നമ്മുടെ ടീം ഗൈസ്. ഡെംബെലെ ബാഴ്സലോണ കാർഡേ ഉള്ളായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ 3 ഡിഫൻസ് വെച്ചാണ് കളിക്കുന്നത്, എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടി. ഡോണറൂമയാണ് ഗോളി. സോ എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. നമ്മൾ എക്സിബിഷൻ മാച്ചാണ് കളിക്കുന്നത്. നമ്മുടെ റോഡ് ടു ഗ്ലോറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ട്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്, നെറ്റൊക്കെ കുറവാണ്. ഇതൊരു 7 മിനിറ്റ് 3 സെക്കൻഡുള്ള വീഡിയോ ആണ്, നേരത്തെ എടുത്തതാണ് ഗൈസ്. സോ വോയിസ് ഓവറാണ് ഫുള്ള്. നമുക്ക് എതിരാളി അത്യാവശ്യം കട്ടിയുള്ള ടീമായിരുന്നു ഗൈസ് ഒന്ന്. അങ്ങനെ നമ്മൾ കളിയിലേക്ക് കടക്കുന്നു. ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ടീം. സ്കോൾസ് ഉണ്ടായിരുന്നു, കനവാരം ഉണ്ടായിരുന്നു, റിക്കി പ്യൂഗി ഉണ്ടായിരുന്നു. സോ അത്യാവശ്യം നല്ല ടീം തന്നെയായിരുന്നു അത്. എംബാപ്പെ 102 ആവുമായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാൻ, നമ്മളങ്ങനെ കളിയിലോട്ട് റെഡി കൊടുത്തെങ്കിലും ആൾ കുറച്ച് ലേറ്റ് ആക്കിയായിരുന്നു. എപ്പോഴാണ് തുടങ്ങിയത്? കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഗൈസ്. എന്തിയാടാ തുടങ്ങാത്ത? തുടങ്ങും. ഓക്കെ, അങ്ങനെ ആൾ റെഡി കൊടുത്തു. നമ്മളങ്ങനെ കളിയിലോട്ട് എൻ്റർ ആകാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് വെച്ച് പുള്ളി ഒന്ന് ബാക്ക് ആകും പോലെ ആയായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ച് കളിയിലോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ. ഇച്ചിരി നല്ല ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് വെച്ച് പുള്ളി പോയിട്ട് തിരിച്ചു വന്നു. ഇതാണ്. അങ്ങനെ ഇതുപോലെ പോയിട്ട് ഇങ്ങനെ വന്ന് ഞാൻ 12 മിനിറ്റ് കളി. നമ്മളങ്ങനെ ഗോളടിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. യമാൽ ഗോളടിച്ച് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അടിച്ചില്ല. ആൾ ബോളെടുത്ത്, പക്ഷേ നെറ്റില്ലെന്ന് തോന്നി. ഞാൻ അപ്പോൾ ഗോളടിക്കാൻ പോയി. എംബാപ്പെ ടു സല ഗോൾ അടിച്ചില്ല. എംബാപ്പയും ഗോൾ അടിച്ചില്ല. എംബാപ്പെ അങ്ങനെ ലാസ്റ്റ് ഗോൾ അടിച്ചു ഗൈസ്. പിന്നെയും ബാക്ക് ആകുന്ന പോലാകി തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്നും നടന്നില്ല ഗൈസ്. ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അടിക്കൂ? ഇല്ലടാ, പോയി. ചാൻസ് പോയി ഗൈസ്. മെൻഡസ് കമോൺ. അങ്ങനെ നല്ല പാസ് കൊടുത്തു. ഒരടിക്ക് ശ്രമം. എടാ, വെളിയടിച്ച് കളഞ്ഞടാ വിറ്റീനിയ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നോക്കാം ഒന്നുകൂടെ അടിക്കാൻ. നെറ്റില്ലാത്തപ്പോഴാണ് അടിച്ചത്. അവൻ തിരിച്ചടിക്കുമെന്ന് അറിയത്തില്ല. നല്ല ടീമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് പോവാം. ഏകദേശം പകുതിയോളം ആയിട്ടുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചാൻസ് ക്രിയേറ്റ് ആക്കി വന്നപ്പോഴത്തേക്കും പാമർ തട്ടി ഒരു കിടിലം പാസിലൂടെ ഗോളിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഡാർവിൻ നൂണസ് ഗോൾ അടിച്ച് ഗൈസ്. അവ സെലിബ്രേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. 76ാമത്തെ മിനിറ്റ് കംബാക്ക് അടിക്കോളേ. എന്താണ് ഡോണ്ടറുമ ഗൈസ്? ബേസ് കാർഡാണ്, അതുകൊണ്ടാണ്. അങ്ങനെ 1-1 ആയിട്ടുണ്ട്. ഡ്രോയിലെങ്കിലും അവസാനിപ്പിക്കണം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊന്ന് പോയിട്ടൊന്ന് തിരിച്ചു വരുന്നതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ന്യൂണസ്, വിറ്റീനിയ ടു പാമർ ടു എംബാപ്പെ ഗോൾ. ആടാ, വേളി അടിച്ച് കളഞ്ഞടാ. ഫിനിഷിങ് ഇല്ല കേട്ടോ ഈ എംബാപ്പയ്ക്ക്. വേറെ എംബാപ്പെ എടുത്താൽ മതിയായിരുന്നു. നമ്മൾ സബ്ബൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. പാമർ എടാ എടുത്തില്ലടാ. മാർക്കിനസ് അടിച്ചോളാം. എടാ നെറ്റ് പോടാ.
എടാ അടുത്ത ഗോൾ കയറ്റൂ, സ്കോൾസ് അടിക്കൂ. എടാ മെസ്സി അടിച്ചടാ. എടാ കംബാക്ക് എടുത്തടാ അവൻ. എന്ത് ചെയ്യാനാ, കംബാക്ക് എടുത്തു. ലാസ്റ്റ് മിനിറ്റ് കംബാക്ക് എടുത്തു. നമ്മളങ്ങനെ ഐശ്വര്യപൂർവ്വം ഈ കളിയെ തോറ്റിട്ടുണ്ട്. ഇനി കംബാക്ക് പറ്റുമോയെന്നും അറിയത്തില്ല, ഡ്രോ ആക്കാൻ പറ്റുമോയെന്നും അറിയത്തില്ല, നോക്കാം. സല അകത്തിടാ. ഓ മണ്ടൻ പാസ്സായിരുന്നു അത് ബോൾ എടുത്തവർ. 86 മിനിറ്റ് ആയിട്ടുണ്ട്. പാമർ, റഫീനിയ, ഓ പോയി. അങ്ങനെ കളി കഴിയാറായി വരുന്നു ഗൈസ്. ഹക്കിമി, വിറ്റീനിയ കറക്റ്റ് പാസ് കൊടുത്തില്ല. മാർക്കിനോസ്, റഫീനിയ, ഓ കറക്റ്റ് കമോൺ. എടാ ഡെമ്പലെ, ഗോൾ. എടാ കളഞ്ഞടാ ഡെമ്പലെ. പക്ഷേ എംബാപ്പയ്ക്ക് ഫിനിഷിംഗ് ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ തോറ്റിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ടൊക്കെ ഗൈസ്. ഇതുപോലത്തെ പല ടൈപ്പ് കണ്ടൻറ്റ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇതുപോലത്തെ കണ്ടൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ആയിട്ട് ആരെയാണ് എടുത്തതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ സ്കോൾസിനെയാണ് എടുത്തത്. എനിക്ക് നല്ലൊരു AMF കാണുമായിരുന്നു. സോ ഞാൻ സ്കോൾസിനെ എടുത്തു. ഫോർലാൻഡ് എനിക്ക് മറ്റേ ഫ്രീ സ്പിൻ വഴി കിട്ടിയായിരുന്നു ഒരെണ്ണം, 100 ബിഗ് ടൈം. പിന്നെ ബെയിലിനെയാണ് എനിക്ക് കിട്ടിയത്. സോ നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയെന്നുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ടാക്കുക. സോ ഇതുപോലത്തെ ഫണ്ണി വീഡിയോസിനെ ലൈക്ക് ചെയ്യുക.